ഹലോ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു മാതൃകാ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണണം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈം എക്സാമിന് അടിസ്ഥാന പാഠാവലിയിൽ നിന്ന് വരുന്ന 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ 40 മാർക്കിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. കാരണം എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നും അതിനെങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്നും നമ്മൾ കൃത്യമായി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് പോകാം. 1 മുതൽ 4 വരെ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 മാർക്കാണ്. 4 ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം 4 മാർക്കാണ് ഈ ഒരു പാർട്ടിലുള്ളത്. ഒന്നാമത്തെ ചോദ്യം, പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വേറൊരു കാര്യം, എല്ലാ ഫയലുകളും വേഗം എത്തിച്ചു കൊടുക്കണം കേട്ടോ. രോഗികളോടുള്ള ഡോക്ടർ സന്തുകുമാറിൻ്റെ പെരുമാറ്റവുമായി യോജിക്കുന്നത് ഏതാണ്? ഓപ്ഷൻസ്: രോഗികളോട് വളരെ പുച്ഛമാണ്, രോഗികളോട് വളരെ സൗഹൃദമാണ്, രോഗികളെ വളരെയധികം പരിഹസിക്കുന്നവരാണ്, കൈക്കൂലി നൽകുന്നവരോടാണ് ഡോക്ടർക്ക് താല്പര്യം. അപ്പോൾ ഇത് പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഡോക്ടർ സന്തുകുമാറിൻ്റെ പെരുമാറ്റവുമായി യോജിക്കുന്നത് എന്താണ്? രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ്. രോഗികളോട് വളരെ സൗഹൃദമാണ് ഡോക്ടർ സന്തുകുമാറിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗം നല്ലവണ്ണം പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം, ആ നേരം പോക്കിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുമ്പോഴേക്ക് കഴുത്തിൽ കയർ കുരുങ്ങി മുറുകി കഴിഞ്ഞിരിക്കും. തലയൂരാൻ ശ്രമിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? തലയൂരാൻ ശ്രമിക്കുക എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ്: അംഗമാവുക, നടക്കാനിറങ്ങുക, രക്ഷപ്പെടാൻ ശ്രമിക്കുക, ഇടപെടാൻ ശ്രമിക്കുക. ഏതാണ് ഉത്തരം? തലയൂരാൻ ശ്രമിക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നതാണ് അർത്ഥം. ഇനി ചോദ്യം 3 ആണ്. പലരും കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു. കാലയവനിക എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കാലയവനിക, കാലവും യവനികയും. കാലയവനിക, കാലത്തിൻ്റെ യവനിക, കാലയവനിക, കാലമാകുന്ന യവനിക എന്നിങ്ങനെ വിഗ്രഹിച്ച് കൊടുത്തിട്ടുണ്ട്. അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതിയതിൽ ശരിയായത് ഏത്? ഓപ്ഷൻസ്: 1 മാത്രം ശരി, 1ഉം 2ഉം ശരി, 3 മാത്രം ശരി, 3ഉം ശരിയല്ല, ഇതൊന്നുമല്ല. അപ്പോൾ ഏതാണ് ശരി? കാലയവനിക എന്ന പദത്തെ വിഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വിഗ്രഹാർത്ഥം എന്നത് കാലമാകുന്ന യവനികയാണ്, മരണമെന്നാണ് അർത്ഥം. ചോദ്യം 4, മടിച്ചു നിൽക്കയോ ഹൃദയമേ നിന്റെ മിടിപ്പ് കൊണ്ട് നീ മടുത്തു പോകുകയോ. കാര്യം, മിടിപ്പ് കൊണ്ട് മടുത്തു പോയോ എന്ന് കവി ഹൃദയത്തോട് ചോദിക്കുന്നു. കാരണം സുഖത്തിലും ദുഃഖത്തിലും കവിക്കൊപ്പം നിന്ന ഹൃദയമാണ്. ഒപ്പമിടിക്കുന്നത് എന്ന കവിതയുടെ ആശയവുമായി ബന്ധപ്പെട്ടതിൽ ശരിയായത് ഏത്? ഓപ്ഷൻസ്: കാര്യം ശരി, കാരണം തെറ്റ്, കാര്യവും കാരണവും തെറ്റ്, കാര്യം തെറ്റ്, കാരണം ശരി, കാര്യവും കാരണവും ശരി. അപ്പോൾ തൻ്റെ ഒപ്പം നിന്ന് മടുത്തു പോയോ, അല്ലെങ്കിൽ എൻ്റെ മിടിപ്പ് കൊണ്ട് നീ മടുത്തു പോയോ എന്നാണ് കവി ഹൃദയത്തോട് ചോദിച്ചത്. അപ്പോൾ സുഖത്തിലും ദുഃഖത്തിലും കവിയോടൊപ്പം നിന്ന ഹൃദയമാണ്. അപ്പോൾ ആ ഒരു സുഖവും ദുഃഖവും ഏറ്റുവാങ്ങി നീ മടുത്തു പോയോ എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുക എന്താണ്? എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ നിന്ന് മിടിച്ചുകൊണ്ട് നീ മടുത്തു പോയോ എന്ന് ഹൃദയത്തോട് കവി ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണവും കാര്യവും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കാരണവും കാര്യവും ശരിയാണെന്നുള്ളത്. ഇനി അടുത്ത പാർട്ട് 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 5ാമത്തെ ചോദ്യം, ദൈവമേ എനിക്ക് എന്നാണ് പ്രഷർ വരിക? എൻ്റെ മൂത്രത്തിൽ എന്നാണ് പഞ്ചസാര ഉണ്ടാവുക? കഥയിലെ സമ്പന്നൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട സൂചനകൾ കണ്ടെത്തി കുറിക്കുക. ഉത്തരം: പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗത്ത് ഡോക്ടറിനെ കാണാൻ വരുന്ന സമ്പന്നനായ രോഗിയുടെ പ്രതികരണമാണിത്. അദ്ദേഹത്തിൻ്റെ ധനികരായ സുഹൃത്തുക്കൾക്കെല്ലാം ഷുഗറും പ്രഷറും അറ്റാക്കും ഉണ്ട്.
പലരും മരിക്കുകയും ചെയ്തു. കഥയിലെ ധനികന് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരണമെന്നും അതിന് മരുന്ന് കഴിച്ച് രോഗം മാറണമെന്നുമുണ്ട്. ഈ ചിന്താഗതി ആധുനിക സമ്പന്നവർഗത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ഒരു അസുഖവും വരരുതെന്ന് സാധാരണക്കാരൻ ആഗ്രഹിക്കുമ്പോൾ കാശുള്ളവൻ പല മാർഗത്തിലും അസുഖം നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിത സാഹചര്യം ഉണ്ടാക്കുന്നു. ആറാമത്തെ ചോദ്യം, വീട്ടുകാർ കേൾക്കാത്തത്ര ദൂരത്തായപ്പോൾ പയ്യൻ ശവമഞ്ചവാഹകരോട് ചോദിച്ചു, അവിടെയും രാവിലെ ഇഡ്ഡലി തന്നെയല്ലേ? ഭക്ഷണം കഴിക്കാനായി മാത്രം ജീവിക്കുന്നവരെ പരിഹസിക്കുന്ന കുറുക്കിക്കൊള്ളുന്ന സംഭാഷണമാണോ ഇത്? നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. ഒറ്റനോട്ടത്തിൽ നമുക്കറിയാം ഭക്ഷണം കഴിക്കുന്നവരെ കളിയാക്കിക്കൊണ്ട് പറയുന്ന വാക്കുകൾ തന്നെയാണ് ഇതെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. ഭക്ഷണത്തോട് അമിതാസക്തിയുള്ള മനുഷ്യരെ പരിഹസിക്കുന്ന വാക്കുകളാണിത്. മരിച്ച ശവമഞ്ചത്തിൽ കിടക്കുമ്പോഴും ഭക്ഷണത്തെക്കുറിച്ചാണ് ചിലർക്ക് ചിന്ത. തന്റെ ജീവിതം അവസാനിച്ചെന്നും ഇനി ഈ ഭൂമിയിൽ തനിക്ക് ജീവിതമില്ലെന്നും അറിഞ്ഞാലും ഭക്ഷണത്തോടുള്ള പ്രിയം ചിലർക്ക് മാറില്ല എന്നതിലൂടെ എന്ത് കഠിന സാഹചര്യമായാലും എല്ലാം വലിച്ചു വാരി തിന്നുന്ന ആധുനിക മനുഷ്യരിൽ ചിലരുടെ ചിന്താഗതിയാണ് ഈ സന്ദർഭത്തിൽ തെളിയുന്നത്. ചിലർ ഭക്ഷണം കുറച്ച് ആഹാരം നോക്കുമ്പോൾ മറ്റു ചിലർ പല ആഹാരങ്ങളും അത് അനാരോഗ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കുന്നു. ശവമഞ്ചത്തിലിരുന്നു കൊണ്ട് ഭക്ഷണത്തെ പറ്റി ചിന്തിക്കുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം ജീവിക്കുന്ന ചിലരെ കുറുക്കിക്കൊള്ളുന്ന രീതിക്ക് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചോദ്യം 7 എയും ബിയും ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എ ആണ്, 7ന്റെ എ ആണ്. തടിച്ച ദുഃഖങ്ങൾ തകർത്ത് പെയ്ത നാൾ, തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ. വരികളിലെ സൂചനകൾ എന്തെല്ലാം കണ്ടെത്തി എഴുതുക. ഉത്തരം നോക്കാം. ജീവിതത്തിലെ കഠിനമായ വേദനകളെയും ദുഃഖങ്ങളെയും കുറിക്കുന്ന വരികളാണിത്. തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്യുക എന്നതുകൊണ്ട് അത്രത്തോളം വലിയ കഷ്ടപ്പാടിനെയും വിഷമങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. തരുണ സൗഖ്യങ്ങൾ എന്നാൽ യൗവനകാലത്തിലെ സുഖങ്ങൾ എന്നാണ് അർത്ഥം. അക്കാലത്തിന്റെ സുഖങ്ങൾ തടവി നിൽക്കുകയാണ് എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. ചോദ്യം 7ന്റെ ബി ആണ്. പഴഞ്ചൊല്ല് വ്യാഖ്യാനിക്കുക. പയ്യെ തിന്നാൽ പനയും തിന്നാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് വ്യാഖ്യാനിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ തന്നിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം കൃത്യമായി എഴുതാൻ ശ്രമിക്കുക. അതിൻ്റെ ആന്തരിക അർത്ഥം കൃത്യമായി എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നതാണ് നമുക്ക് തന്നിട്ടുള്ള പഴഞ്ചൊല്ല്. ഉത്തരം, ക്ഷമയോടെ ചെയ്താൽ എന്ത് കാര്യവും നേടിയെടുക്കാം എന്നതാണ് പഴഞ്ചൊല്ലിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. സ്ഥിരോത്സാഹവും ക്ഷമയും ഉണ്ടെങ്കിൽ മനുഷ്യന് അസാധ്യമായ ഒരു കാര്യവുമില്ല. പന തിന്നുക എന്നത് അസാധ്യമായ കാര്യമാണെങ്കിലും അത് പതിയെ തിന്നാൽ തിന്നു തീർക്കാമെന്ന് പറയുന്നതിലൂടെ എത്ര വലിയ കാര്യവും സാവധാനത്തിൽ പരിശ്രമിച്ചാൽ നടക്കുമെന്ന് പറയുന്നു. കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും പ്രാധാന്യമാണ് ചൊല്ലിൽ നിന്ന് വ്യക്തമാവുന്നത്. അടുത്ത പാർട്ട് 8 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ്. അരപ്പുറം എന്ന് പറയുമ്പോൾ ഒരു പേജിൻ്റെ ഒരു സൈഡിൻ്റെ പകുതി വരെയാണ് എഴുതേണ്ടത്. വലിച്ചു നീട്ടി എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു പാർട്ടിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 5 മാർക്ക് വീതം 20 മാർക്കാണ് ഈ ഒരു പാർട്ടിലുള്ളത്. 8ാമത്തെ ചോദ്യം, ചങ്ങാതി തനിക്ക് ഒരു രോഗവുമില്ല. ഭക്ഷണത്തിൻ്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം. പതിവായി കടലയും പയറും കഴിക്കുക. തരം കിട്ടുമ്പോൾ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ. ദരിദ്രനായ രോഗി, മരിക്കുകയൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്, എന്നിട്ട് ചികിത്സിക്കണം. സമ്പന്നൻ, മേൽ സൂചനകൾ വിലയിരുത്തി രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗത്ത് നിന്ന് ഉള്ള 2 കഥാപാത്രങ്ങളുടെ അവസ്ഥയാണിത്. ദരിദ്രനായ രോഗിക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ട് ക്ഷീണമാണ് അസുഖത്തിന് കാരണമെങ്കിൽ, അല്ലെങ്കിൽ അസുഖമായി തോന്നുന്നതെങ്കിൽ, സമ്പന്നനായ രോഗിക്ക് വേണ്ടത് എല്ലാം ഉണ്ട്, കഴിക്കാനുള്ളതെല്ലാം ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് വേണ്ടത് രോഗങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. സമ്പത്തുള്ളവനും ദരിദ്രനുമായിട്ടുള്ള രോഗികളുടെ കാഴ്ചപ്പാടിനെ പാഠഭാഗ സൂചനയിൽ നിന്ന് മനസ്സിലാവുന്നത്. പാവപ്പെട്ട രോഗിക്ക് ക്ഷീണം കാരണം ഭക്ഷണത്തിൻ്റെ കുറവാണ് രോഗമായി തോന്നുന്നത്. അയാൾക്ക് വേണ്ടത് ഭക്ഷണമോ ആരോഗ്യകരമായ ഭക്ഷണ രീതികളും മാത്രമാണ്. എന്നാൽ സമ്പന്നനായ മനുഷ്യന് രോഗങ്ങൾ ഒരു ആഡംബരമാണ്. തൻ്റെ സുഹൃത്തുക്കൾക്കും അത്തരത്തിലുള്ള രോഗമുണ്ടെന്നും അതേ തരത്തിലുള്ള രോഗം തനിക്കും വരണമെന്നും അയാൾ ആഗ്രഹിക്കുന്നു. രോഗം വന്ന് മരുന്ന് കഴിച്ച് അത് മാറണമെന്നാണ് അയാളുടെ ആഗ്രഹം. വലിയ വലിയ രോഗങ്ങൾ കാശുള്ളവർക്ക് ഒരു അലങ്കാരമാണ് എന്നാണ് അയാൾ ധരിക്കുന്നത്. കാശുള്ളവൻ ചികിത്സയെ ഒരു വിനോദമായി കാണുകയും കാശില്ലാത്തവൻ ഒരു ചെറിയ അസുഖം പോലും
തനിക്ക് എത്തിപ്പെടുന്ന വലിയൊരു ബാധ്യതയായും കണക്കാക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് ഈ വരികളിൽ നിന്ന് വ്യക്തമാവുന്നത്. ചോദ്യം 9. ചുവടെ നൽകിയ ഗദ്യഭാഗം വായിച്ച് ആശയം 3-1 ചുരുക്കി എഴുതുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതെങ്കിലും ഗദ്യഭാഗങ്ങളോ ഏതെങ്കിലും ഉപന്യാസത്തിൻ്റെ ഭാഗങ്ങളോ തന്നിട്ട് അത് ചുരുക്കി എഴുതാൻ നിങ്ങളോട് പറയും. അപ്പോൾ അത് കൃത്യമായി ചുരുക്കി ആശയം ചോർന്നു പോകാതെ എല്ലാ ആശയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സും വിട്ടു പോകരുത്. മലയാളത്തിൻ്റെ മനോഹരമായ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം എന്ന പേര് സൂചിപ്പിക്കുന്നത് തന്നെ സുന്ദരിയുടെ ആട്ടം എന്നാണല്ലോ. നൃത്തത്തിൻ്റെ നാടൻ പദമാണ് ആട്ടം. AD 16-ാം ശതകത്തിലാണ് ഈ കലാരൂപം ഉണ്ടായതെന്ന് കരുതുന്നു. കാരണം ആ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഴമംഗലത്ത് നാരായണൻ നമ്പൂതിരിയുടെ വ്യവഹാരമാല എന്ന കൃതിയിലാണ് മോഹിനിയാട്ടം എന്ന പദം ആദ്യമായി പരാമർശിച്ചിട്ടുള്ളത്. തനി കേരളീയമായ ഈ കലാരൂപത്തിന് ധരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം മലയാളിത്തമുള്ളവയാണ്. കേരള വനിതകളുടെ പരമ്പരാഗത രീതിക്ക് യോജിച്ച നിലയിലാണ് മുടി കെട്ടുന്നത് പോലും. കസവ് കരയുള്ള ചേലയും ബ്ലൗസുമാണ് വസ്ത്രം. ചേല മനോഹരമായി ഞൊറിഞ്ഞൊടുക്കും. നെറ്റിയിൽ ചുട്ടി, കാതുകളിൽ തോടയും കൊടക്കെടുക്കനും, കഴുത്തിൽ നാഗപടത്താലി, പവൻമാല തുടങ്ങിയ ആഭരണങ്ങൾ. തലയ്ക്ക് പിന്നിൽ വട്ടത്തിൽ കെട്ടിവെച്ച മുടി പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. മുക്കുത്തിയും പിന്നെ ശിരസിന് ഇരുവശവും സൂര്യൻ, ചന്ദ്രൻ എന്നീ പേരുകളുള്ള ആഭരണങ്ങളും അണിയും. കൈകാലുകളിൽ ചിലങ്കയും ഉണ്ടാവും. ഇങ്ങനെ വളരെ ഭംഗിയായി അണിഞ്ഞൊരുങ്ങിയാണ് മോഹിനിയാട്ടം അവതരിപ്പിക്കുന്ന കലാകാരി അരങ്ങിലെത്തുക. അപ്പോൾ ഇതിനെ നമുക്ക് 3-1 ചുരുക്കി എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. രൂപമാണ് മലയാളത്തിൻ്റെ തനത് നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം. സുന്ദരിയുടെ ആട്ടം എന്നറിയപ്പെടുന്ന ഈ കലാരൂപം AD 16-ാം ശതകത്തിലാണ് ഉണ്ടായത് എന്ന് കരുതുന്നു. മഴമംഗലത്ത് നാരായണൻ നമ്പൂതിരിയുടെ വ്യവഹാരമാല എന്ന കൃതിയിലാണ് മോഹിനിയാട്ടം എന്ന പദം ആദ്യമായി പരാമർശിക്കപ്പെട്ടത്. കസവ് കരയുള്ള ചേലയും ബ്ലൗസും പോലെയുള്ള തനി കേരളീയമായ വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്നത്. നെറ്റിയിൽ ചുട്ടി, കാതുകളിൽ തോടയും കുടക്കടുക്കനും, കഴുത്തിൽ നാഗവടത്താലി, പവൻമാല തുടങ്ങിയ ആഭരണങ്ങളും അണിയും. തലയ്ക്ക് പിന്നിൽ വട്ടത്തിൽ കെട്ടിയ മുടി പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. കൈകാലുകളിൽ ചിലങ്കയും ഉണ്ടാവും. ഇങ്ങനെ ഭംഗിയായി അണിഞ്ഞൊരുങ്ങിയാണ് കലാകാരി അരങ്ങിലെത്തുക. ഇങ്ങനെയാണ് 3-1 ചുരുക്കേണ്ടത്. അപ്പം നിങ്ങളും ആശയം ചോർന്നു പോകാതെ ഇത്തരത്തിൽ ചുരുക്കി എഴുതുക. ഈ 10-ാമത്തെ ക്വസ്റ്റ്യൻ. കഴിവ് പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിൽ എപ്പോഴെന്നറിയുകയില്ല സർ. ശരി ഹൃദയമേ, നിനക്ക് നന്ദി. മുന്നറിവ് തന്നതിൽ കൃതജ്ഞനാണു ഞാൻ. ഒപ്പം ഇടിക്കുന്നത്. കവിതയുടെ ആശയവുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിൻ്റെ തലക്കെട്ടിൻ്റെ ഔചിത്യം പരിശോധിക്കുക. ഒപ്പം ഇടിക്കുന്നത് എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണിത്. അപ്പോൾ ഹൃദയത്തോട് നന്ദി പ്രകടിപ്പിക്കുന്ന, കൃതജ്ഞത പ്രകടിപ്പിക്കുകയാണ് ഇവിടെ കവി. അപ്പോൾ നമുക്ക് ഈ കവിതയുടെ ശീർഷകത്തിൻ്റെ അല്ലെങ്കിൽ തലക്കെട്ടിൻ്റെ ഔചിത്യം പരിശോധിക്കാം. ഒപ്പം ഇടിക്കുന്നത് എന്നതാണ് ശീർഷകം. കവിതയുടെ ആശയവുമായി ഏറെ യോജിക്കുന്നതാണ് ഒപ്പം ഇടിക്കുന്നത് എന്ന ശീർഷകം. കവിതയിൽ കവി ജീവിതയാത്രയിൽ തൻ്റെ കൂടെ നിന്നതിന് ഹൃദയത്തോട് നന്ദി പറയുന്നു. ഹൃദയമാണ് തനിക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നത് എന്നും താൻ തൻ്റെ കഴിവ് പോലെ തുടരുമെങ്കിലും വഴിയിൽ എപ്പോഴാണ് അവസാനിക്കുക എന്നറിയില്ലെന്നും പറയുന്നു. ഈ യാത്രയിൽ തൻ്റെ ഹൃദയം തന്നോടൊപ്പം മിടിക്കുന്നുണ്ടെന്നും അത് തനിക്ക് വഴികാട്ടിയാണെന്നും കവി സൂചിപ്പിക്കുന്നു. അതിനാൽ ഒപ്പം ഇടിക്കുന്നത് എന്ന ശീർഷകം കവിതയുടെ ആന്തരിക വികാരത്തെയും ആശയത്തെയും കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു. ഇനി ചോദ്യം 11. ഒരു പിശാചിൻ്റെ ക്രൗര്യത്തോടെ അവ നിങ്ങളെ അടിമയാക്കും. പുകയായും പാനീയമായും കുത്തിവയ്ക്കലുമൊക്കെയായി ആ വിഷം ഉള്ളിൽ കടന്നുകൂടിയാൽ പിന്നെ ഭ്രാന്താണ്. സുഗതകുമാരി. ലഹരിയുടെ കാട്ടുപാതയിലേക്ക് നടന്നെടുക്കുന്ന യുവതലമുറയോടുള്ള ഒരമ്മയുടെ ഉപദേശം തന്നെയല്ലേ ഇത്? സ്വാഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. അല്ലെങ്കിൽ മലയാളിയുടെ ആരോഗ്യം അപകടത്തിലാക്കുന്നതിൽ ഒരു പ്രധാന കാരണമാണ് ജങ്ക് ഫുഡുകളുടെ കാരണമാകുന്നത് ജങ്ക് ഫുഡുകളുടെ അമിത ഉപയോഗമാണ്. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളുടെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് സ്കൂളിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർക്ക് ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു പിശാചിൻ്റെ ക്രൗര്യത്തോടെ നിങ്ങളെ അത് അടിമയാക്കുമെന്നും പുകയായും പാനീയമായും അത് നിങ്ങൾ കുത്തിവയ്ക്കപ്പെടുമെന്നും അത് വിഷമാണെന്നും സുഗതകുമാരി പറയുന്നുണ്ട്. ആ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഭ്രാന്താണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ലഹരിയുടെ കാട്ടുപാതയിലേക്ക് നടക്കുന്ന അല്ലെങ്കിൽ ലഹരി തേടി നടക്കുന്ന തലമുറയോടുള്ള സുഗതകുമാരി എന്ന ഒരു അമ്മയുടെ ഉപദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സുഗതകുമാരി എപ്രകാരമാണ് ലഹരിക്ക് അടിമപ്പെടരുതെന്നും ലഹരി ഒരു ഭ്രാന്താണെന്നും തലമുറയോട് പറയുന്നതെന്ന് നിങ്ങൾ ഒരു സ്വാഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. രണ്ടാമത്തത് ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ ജങ്ക് ഫുഡുകളുടെ ഉപയോഗത്തെക്കുറിച്ച് ഒരു പോലീസ് ഓഫീസർക്ക് ഒരു കത്ത് തയ്യാറാക്കുക. അതായത് ബോധവൽക്കരണത്തിന് ഈ ഒരു ജങ്ക് ഫുഡുകൾ എത്രത്തോളം യുവതലമുറയെ അപകടത്തിലാക്കുന്നുവെന്നും യുവതലമുറയുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, അതിന് ബോധവൽക്കരണം നടത്തുന്നതിനായി സ്കൂൾ കമ്മ്യൂണിറ്റി ഓഫീസർക്ക് പോലീസ് ഓഫീസർക്ക് ഒരു കത്ത് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് കത്തിൻ്റെ മാതൃക നോക്കാം. അപ്പോൾ ഈ ഒരു മാതൃകയിൽ തന്നെ നിങ്ങൾ കത്ത് എഴുതാൻ ശ്രമിക്കുക. ഇത്തരത്തിലാണ് കത്ത് തയ്യാറാക്കേണ്ടത്. കത്തിൻ്റെയൊക്കെ മോഡലുകൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഇത് അനൗപചാരികമായിട്ടുള്ള ഫ്രണ്ട്സിന് എഴുതുന്ന കൂട്ടുകാർക്ക് എഴുതുന്ന കത്തല്ല, ഔപചാരികമായിട്ടുള്ള കത്താണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇനി 12ാമത്തെ ചോദ്യം, ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. പത്രവാർത്ത. ഹോട്ടലുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ റെയ്ഡ്. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. മേൽ സൂചനകളും ആനുകാലിക സംഭവങ്ങളും വിലയിരുത്തി ജെൻസിയും ആയുരാരോഗ്യ സൗഖ്യവും എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഉപന്യാസം തയ്യാറാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. 12ാമത്തെ ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ജെൻസി ജീവിതശൈലിയും ആയുരാരോഗ്യവും. ജെൻസി കാലഘട്ടത്തിൽ ജീവിതശൈലിയും ആരോഗ്യവും തമ്മിൽ വളരെയധികം വിരുദ്ധതയുണ്ട്. സാങ്കേതിക വിദ്യയുടെ അമിതമായ ഉപയോഗം മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിക്കുന്നു. കൂടാതെ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. പത്രവാർത്ത സൂചിപ്പിക്കുന്നത് പോലെ ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നത് അവർക്ക് മാനസിക ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാണ്. ജങ്ക് ഫുഡുകളുടെ കടന്നുവരവ് കുട്ടികളിൽ അതിനോടുള്ള ആസക്തി കൂട്ടുന്നു. നാടൻ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു തലമുറയിൽ നിന്ന് ബർഗറും പിസയും ഒക്കെ കഴിക്കുന്നതിലേക്കും അതൊക്കെ വളരെ സാധാരണയായ ഭക്ഷണ രീതികളായി മാറിയതിലേക്കും ജെൻസി തലമുറയുടെ കാഴ്ചപ്പാട് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. മൊബൈൽ ഗെയിമുകൾക്കും മൊബൈൽ ഫോണിനും അടിമപ്പെടുക, കണ്ണിൽ കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നാനുള്ള ത്വര കൂട്ടുക, ഇതൊക്കെ തന്നെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, മിടിപ്പുകൾക്കിടയ്ക്ക് അനന്തകാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചുവെങ്കിലും ശരിക്കും നീ ചെയ്തൊരു ഉപകാരം മേലിൽ മറക്കുകയില്ലെനിക്കൊരേ സുഹൃത്ത് നീ. അയ്യപ്പ പണിക്കർ. ഹൃദയത്തെ ഒരു ആത്മസുഹൃത്തായി കവി സങ്കല്പിച്ചിരിക്കുന്നു. ഹൃദയം കവിയുടെ ആത്മസ്വത്ത് എന്ന ആശയത്തെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെയാണ് കുറിപ്പ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഉത്തരം, കവി അയ്യപ്പ പണിക്കരുടെ വരികളിൽ ഹൃദയത്തെ ഒരു ആത്മസുഹൃത്തായി സങ്കല്പിച്ച് അത് കവിയുടെ ഏറ്റവും വലിയ ആത്മസ്വത്ത് ആണെന്ന ആശയമാണ് പ്രകടിപ്പിക്കുന്നത്. ഹൃദയം കവിയുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരുന്നുണ്ട്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കവിയുടെ വികാരങ്ങളും ചിന്തകളും കവിയുടെ ഹൃദയത്തിനറിയാം. കവിയുടെ സർഗാത്മകതയുടെ ഉറവിടം ഹൃദയം തന്നെയാണ്. അതിനാൽ ഹൃദയം കവിയുടെ അമൂല്യ സ്വത്താണ്. ഈ വരികൾ ഹൃദയവും കവിയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയും കവിയുടെ ആത്മീയമായ യാത്രയിൽ ഹൃദയത്തിൻ്റെ പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നു. നീ ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കില്ല എന്ന കവി ഹൃദയത്തോട് പറയുന്നു. കവിക്ക് സത്യത്തിൽ ഹൃദയം എന്നത് ഒരു അവയവം മാത്രമല്ല, നല്ലൊരു സുഹൃത്തും കൂടിയാണ്.